തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൊല്ലം കോർപ്പറേഷനിൽ ഇടത് വലത് മുന്നണികളിലെ സീറ്റ് തീരുമാനം അനിശ്ചിതത്വത്തിൽ. ലീഗിലെയും കോൺഗ്രസിലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ UDFന് വെല്ലുവിളിയാകുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ അതൃപ്തി LDFനെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതേസമയം ശക്തരായ സ്ഥാനാർത്ഥികളുമായി കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് BJPയും NDA സഖ്യവും. ആകെ 55 ഡിവിഷനുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ ഇത്തവണ കടുത്ത മത്സരമുണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. കരുത്തുറ്റ സ്ഥാനാർത്ഥികളെയാണ് BJP മത്സരരംഗത്തിറക്കിയത്. സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി, ജില്ലാ സെക്രട്ടറി D. ശൈലജ, മുൻ പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് മങ്ങാട് തുടങ്ങി ആദ്യഘട്ടത്തിൽ 21 പേർ. NDAയുടെ രണ്ടാം ഘട്ട പ്രഖ്യാപനം ഉടനുണ്ടാകും. ഇതിനിടെ ഇടതു വലതു മുന്നണികളിലെ സീറ്റ് ചർച്ചകൾ തുടരുകയാണ്. ചിലയിടങ്ങളിൽ തർക്കം രൂക്ഷം. 2 ദിവസം കഴിഞ്ഞ് LDF കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. അതേസമയം കേരള കോൺഗ്രസ് എം ഇടഞ്ഞത് LDFന് വെല്ലുവിളിയായി. ഇത്തവണ ഒരു സീറ്റ് പോരായെന്നും വിജയിക്കുന്ന സീറ്റ് തന്നെ വേണമെന്നതുമാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വയ്ക്കുന്നത്. UDFലാകട്ടെ ലീഗിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതാക്കളടക്കമെത്തിയെങ്കിലും കാര്യമുണ്ടായില്ല. പ്രശ്നങ്ങൾ തുടരുമ്പോൾ RSP 10 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രധാനപ്പെട്ട ഭൂരിഭാഗം സീറ്റുകളിലും പ്രഖ്യാപനം നടത്തിയില്ല. വിജയസാധ്യതയുള്ള സീറ്റുകൾക്കായി നേതാക്കൾ കടുംപിടുത്തം. 1/4 നൂറ്റാണ്ടായുള്ള ഇടതുഭരണത്തിൽ കോർപ്പറേഷന്റെ വികസന മുരടിപ്പ് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വികസന സന്ദേശവുമായാണ് BJPയുടെ പ്രവർത്തനം. ജനം, കൊല്ലം.